വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇന്നലെ നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് ആയിരുന്നു. ഇന്നും ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു താഴോട്ടേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മാർക്കറ്റ്. അങ്ങനെയാണെങ്കിൽ എവിടം വരെ വരും എന്നുള്ളതാണ് നോക്കുന്നത്. വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 59.810, 60.562, അടുത്തത് 61.395, അടുത്തത് 62.056, അടുത്തത് 63.640, അടുത്തത് 64.292, അടുത്തത് 65.004, അടുത്തത് 65.786. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പോലും നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ച് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. കാരണം മാർക്കറ്റ് ഓരോ തവണയും മുകളിൽ നിന്ന് കാരണം ഓരോ തവണയും മുകളിൽ നിന്ന് വീണതിന് ശേഷം കൃത്യമായ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന യെല്ലോ ബോക്സ് ആണ്. ആ യെല്ലോ ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ബ്രേക്ക് തരുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് ഏറെക്കുറെ മുകളിലോട്ട് വരാം. ഏറെക്കുറെ ഈ ലെവലിലേക്കൊക്കെ വരാവുന്നതാണ്. ഏറെക്കുറെ ഈ ലെവലിലേക്കൊക്കെ വരാവുന്നതാണ്. ഇപ്പൊ വരച്ചിരിക്കുന്ന റെഡ് ലെവൽ വരെയൊക്കെ വരാവുന്നതാണ്. ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ആ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വരാം. ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകുന്നത്. വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം 50 മിനിറ്റ്സിന്റെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ മുകളിലുണ്ട്. ഈ ഒരു ലെവൽ എന്നൊക്കെ പറയുന്നത് 50 മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരുപക്ഷെ അവിടേക്ക് വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ, അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ടിന്റെ താഴേക്ക് വന്നാൽ മാത്രമേ സെൽ എൻട്രി ഉള്ളൂ. അതും ശ്രദ്ധിക്കേണ്ടത് ഒരു സഡൻ മൂവ്മെന്റ് ആണ് വരുന്നതെങ്കിൽ, അതായത്
ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ കാണുന്ന ഏരിയയിൽ നിന്ന് സഡൻ മൂവ്മെന്റ് ആണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. അല്ല കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു മൂവ്മെന്റ് ആണ് താഴോട്ടേക്ക് വരുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് വീണ്ടും താഴോട്ടേക്ക് വന്ന് അടുത്ത ലെവലിലേക്ക് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ 15 മിനിറ്റ്സിന്റെ മറ്റേ ഏരിയാസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേ സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.